കിച്ചന്റെ സ്ഥാനം അഗ്നികോണിലാണ് ഏറ്റവും ഉത്തമം. അവിടെ പറ്റാത്തവർക്ക് നോർത്ത് വെസ്റ്റിൽ ചെയ്യാം. ഏറ്റവും നല്ല മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് കന്നിമൂലയിൽ ചെയ്യാം. നിങ്ങൾ ഒരു പുതിയ വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ? ഒരു 10 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഒരു വസ്തുവുണ്ട്. ഈ വസ്തുവിൽ ആദ്യം നമ്മൾ ആ വസ്തുവിലേക്ക് കയറുകയാണല്ലോ വേണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രധാന ഗേറ്റ്, അതിലേക്ക് വസ്തുവിലേക്ക് വരുന്ന ഗേറ്റ് എവിടെ വേണം? അത് ഈസ്റ്റിലാണെങ്കിൽ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലോട്ട് ചെയ്യാം. അത് നോർത്തിലാണെങ്കിൽ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലോട്ട് ചെയ്യാം. അത് വെസ്റ്റിലാണെങ്കിൽ ഈ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലോട്ട് ചെയ്യാം. അത് സൗത്തിലാണെങ്കിൽ ഈ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലോട്ട് ചെയ്യാം. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാവുന്ന ഗേറ്റ് പണിയാവുന്നതാണ്. അടുത്തത്, ഈ വസ്തുവിൻ്റെ ചരിവ് എങ്ങോട്ടായിരിക്കണം? തെക്ക് പടിഞ്ഞാറ് ഏറ്റവും ഉയർന്ന്, അത് കഴിഞ്ഞ് ഒരല്പം താന്ന് തെക്ക് കിഴക്ക്, അതിൽ ഒരല്പം താന്ന് വടക്ക് പടിഞ്ഞാറ്, ഏറ്റവും താന്ന് വടക്ക് കിഴക്ക്. ഈ രീതിയിൽ ഇതിനെ ചെയ്യാം. അപ്പം വസ്തുവിൻ്റെ ഹൈറ്റാണ് നമ്മൾ രണ്ടാമതായിട്ട് സൂചിപ്പിച്ചത്. 3, ഇതിൽ കിണർ എവിടെ വരാം? കിണർ എവിടെ വരാമെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 12 കളങ്ങളായിട്ട് തിരിച്ചിട്ട് വടക്ക് കിഴക്കെന്ന് പറയുന്ന മീനൻ രാശിയിൽ കിണർ വരാം. ഗേറ്റായി, വസ്തുവിൻ്റെ ഹൈറ്റായി, അടുത്തത് കിണറായി, വെല്ലായി. അത് ബോർവെല്ലായാലും സമ്പായാലും എല്ലാം ഈ രീതി തന്നെ ചെയ്യാം. അടുത്തത് 4, ഈ വസ്തുവിൽ എവിടെ വീട് വയ്ക്കാം? ഏറ്റവും കുറച്ച് മുറ്റം തെക്ക് വശം എടുത്തുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ മുറ്റം വടക്കിൽ കൊടുത്തുകൊണ്ട് പടിഞ്ഞാറിനേക്കാൾ കൂടുതൽ മുറ്റം കിഴക്കിലും ഇട്ടുകൊണ്ട് നമുക്ക് വീട് വയ്ക്കാം. അപ്പം മുറ്റത്തിൻ്റെ ഒരു കണക്കും തിരിച്ചു. അടുത്തത്, നമുക്ക് വീടിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം? ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കണം. സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം. അടുത്തത്, 6ാമത്തത്, പ്രധാനപ്പെട്ട റൂമുകൾ എവിടെയൊക്കെ ചെയ്യാം? ഏറ്റവും നല്ല മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് കന്നിമൂലയിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റിലും ബെഡ്റൂം ചെയ്യാം. അടുത്തത്, കിച്ചന്റെ സ്ഥാനം എവിടെയായിരിക്കണം? കിച്ചൺ വന്നിട്ട് അഗ്നികോണിലാണ് ഏറ്റവും ഉത്തമം. അവിടെ പറ്റാത്തവർക്ക് നോർത്ത് വെസ്റ്റിൽ ചെയ്യാം. പ്രധാന ഡോറ് എവിടെ വയ്ക്കാം? അത് വീടിന്റെ ദർശനം അനുസരിച്ചിട്ട് നമ്മൾ വസ്തുവിന്റെ കണക്കും അനുസരിച്ച് പറഞ്ഞ അതുപോലെ തന്നെ, ഒന്നുകിൽ വസ്തുവിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കോ, അല്ലെങ്കിൽ വടക്കിലാണെങ്കിൽ അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കോ, പടിഞ്ഞാറാണെങ്കിൽ അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കോ, തെക്കിലാണെങ്കിൽ അതിന്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കോ പ്രധാന ഡോറ് പണിയാം, മെയിൻ ഡോറ്. അടുത്തത് 9, ഇതിൽ നമുക്ക് വീടിന്റെ മുകളിലുള്ള വാട്ടർ ടാങ്ക് എവിടെ വയ്ക്കാം? തെക്ക് പടിഞ്ഞാറ് നിന്നും ഒരു ലൈൻ വടക്ക് കിഴക്കിലേക്ക് എടുക്കുമ്പോൾ ആ ലൈനിൽ കയറാതെ തെക്ക് പടിഞ്ഞാറ് കന്നിയിൽ കയറ്റിയിട്ട് വാട്ടർ ടാങ്ക് പണിയാം. അടുത്തത്, ഇതിനകത്തോട്ട് വരുന്ന മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ കാർ പോർച്ച് ഏത് ഭാഗത്ത് ചെയ്യാം? കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ 2 സ്ഥലം, ഒന്നാമത്തെ സ്ഥാനം നോർത്ത് വെസ്റ്റിലായിരിക്കും, രണ്ടാമത്തെ സ്ഥാനം സൗത്ത് ഈസ്റ്റിലായിരിക്കും. അപ്പം സൗത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ മെയിൻ ഡോർ ഉള്ളവർക്ക്, ഗേറ്റ് ഉള്ളവർക്ക് നമുക്ക് എവിടെ കൊടുക്കാം? സൗത്ത് ഈസ്റ്റിൽ കൊടുക്കാം. അതല്ല നോർത്തിലാണെന്നുണ്ടെങ്കിലോ, നോർത്തിലാണ് എൻട്രൻസ് എന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റിൽ കൊടുക്കാം. വെസ്റ്റിലാണ് എൻട്രൻസ് എന്നുണ്ടെങ്കിലും നോർത്ത് വെസ്റ്റിൽ കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഒരു വീട് വെക്കുന്നവർ പ്രധാനമായിട്ടും ഈ 10 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഒത്തിരി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഈ വീട്ടിൽ വാസ്തുപ്രകാരം അവർക്ക് സാധിക്കുന്നതാണ്. അടുത്തത്, ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് പോകാം. നമുക്ക് ഫംഗ്ഷയിൽ ഒരു 5 എലമെന്റ്സ് തിയറിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എനർജിയാണ്, ക്രിസ്റ്റൽസ് ആണ്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസിന്റെ ഒത്തിരി മാലകൾ, ബ്രേസ്ലെറ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഓരോന്നും ഓരോ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. ഇത് വന്നിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ ആണ്, വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതിൻ്റെ തന്നെ മാലയും നമുക്കുണ്ട്, നമുക്ക് മാലയും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അമത്തീസ്റ്റിൻ്റെ മാലകളാണ്. മാലകളും ബ്രേസ്ലെറ്റുകളും ഉണ്ട്. അപ്പോൾ അമത്തീസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിവൈൻ എനർജി നമ്മളിലേക്ക് വരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിനെ കണക്കാക്കുന്നു. അതുപോലെ കർണേലിയൻ വന്നിട്ട് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും ഒത്തിരി സ്റ്റോൺസ്. ഇത് പലർക്കും ഒരു സംശയമുണ്ട്, ഇത് രത്നങ്ങളല്ലേ, ഇത് നമുക്ക് നാൾ നോക്കിയിട്ടല്ലേ ഉപയോഗിക്കാവുന്നതെന്നൊക്കെ സംശയമുണ്ട്. ഇത് ഉപരത്നങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് നമുക്ക് ആവശ്യങ്ങളനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ലാപ്പിസ് ലസൂളി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോണാണ്. ഇത് തോട്ട് ചക്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റോണാണ്. ഇത് അതിനുവേണ്ടി ധരിക്കാം. അതുപോലെ തന്നെ ഇത് റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോണാണ്. ഇതിന് വെൽത്തിന് വേണ്ടിയിട്ടും ഈ സ്റ്റോൺ നമുക്ക് ധരിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്റ്റോൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിട്രിൻ്റെ ബ്രേസ്ലെറ്റ്, ഇത് മാലയാണ്. സിട്രിൻ്റെ ബ്രേസ്ലെറ്റ്, ലോക്കറ്റുകളൊക്കെ ഉണ്ട്. ഇത് വെൽത്ത് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധരിക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.